ഹലോ. പിന്നെ ചെറിയൊരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നേ. തല മുടി വളരാൻ വേണ്ടിയിട്ട് നമുക്ക് ഉലുവ തലേന്ന് പുതിർത്തി വെച്ച ഉലുവയാണിത്. പിന്നെ വേണ്ടത് ചെമ്പരത്തി പൂവിൻ്റെത്, പിന്നെ കൂർക്കലില, പിന്നെ കറ്റാർവാഴ. ഇത് മൂന്നും അരച്ചിട്ട് തലയിൽ തേക്കുവാണ് വേണ്ടത്. ഞാൻ ഇതൊന്ന് അരച്ചിട്ട് വരാം കേട്ടോ. ഹലോ. അപ്പോൾ അരച്ചിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ തലേന്ന് കഞ്ഞീൻ്റെ വെള്ളത്തിൽ ഉലുവ കുതിർത്തി വെക്കണം, എന്നിട്ട് പിറ്റേന്നാണ് അരക്കേണ്ടത് കേട്ടോ. ഇതിൽ ഞാനിപ്പോൾ കറ്റാർവാഴയും ചെമ്പരത്തിയും കൂർക്കലുവേ ഇട്ടിട്ടില്ലോ. ഇതിൻ്റെ കൂടെ ചെറിയ ഉള്ളിയിൽ ഇട്ടാൽ നല്ലതാണ് കേട്ടോ. പക്ഷെ ഇപ്പം എൻ്റെ അടുത്ത് ഇതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇത് മാത്രം ഇടുന്നത്. അപ്പം ഇതിതാ അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് തേക്കാം. അങ്ങനെ തേക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ മുടിയില്ലേ ഇങ്ങനെ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കണം. കുറച്ച് ഭാഗം കുറച്ചെടുത്തിട്ട് നമ്മളിങ്ങനെ മുടി ചെയ്യുമ്പോൾ പൗപ്പെല്ലാം എടുക്കൂലേ, അതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കും. ഇങ്ങനെ കുറച്ചെടുത്ത് തേച്ച് കൊടുക്കും. തേച്ചിട്ട് ഞാൻ വരാം കേട്ടോ. ഇനി ഫുള്ള് ഞാൻ തേച്ചിട്ട് വരാം. കംപ്ലീറ്റ് ആയിട്ട് ഈ മുൻവശത്തും ബാക്ക് വശത്തും എല്ലാം തേച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ആയിട്ട് മുടി ഇതെല്ലാം തേച്ചിട്ടുണ്ട്. എന്നിട്ട് ബാക്കി വരുന്നുണ്ടെങ്കിൽ നമ്മൾ മുടിക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കാം. നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ, വലിയ മുടിയൊന്നും കാണുന്നില്ലല്ലോ. എൻ്റെ മുടി ഒരുപാട് മുടി ഉണ്ടായതാണ്. എൻ്റെ മുടി മൊത്തം പോയതാണ്. ഇതന്നെ ഇപ്പോൾ വളർന്നു വന്നതാണ്. ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് മാത്രം തേച്ചിട്ട്. ഇത് മാത്രമല്ല, പിന്നെ കഞ്ഞീൻ്റെ വെള്ളത്തിനെ കൊണ്ട് ദിവസം ഞാൻ തല കഴുകും. അതും നല്ലതാണ് കേട്ടോ. കഞ്ഞിവെള്ളം, നമ്മളെ കഞ്ഞിവെള്ളമില്ലേ, കഞ്ഞിവെള്ളം കൊണ്ട് ദിവസം കുളിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ തേക്കുക ഉണ്ടോ, തേച്ചിട്ട് മുടി കെട്ടി വെക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ് തേച്ചിട്ട് നിൽക്കണം. എന്നിട്ട് കുളിക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ തേച്ച് നിന്നാൽ നല്ല മാറ്റം വരും. ഉറപ്പാ, 100% നല്ല മാറ്റം വരും. അപ്പോൾ പിന്നെ ഓക്കെ, ബൈ.